Hello, so I welcome you all to my YouTube channel, Glam Goddess Sindhuja. കഫേ ജേഡ് എന്ന് പറയുന്ന നമ്മുടെ ഹയസെന്റ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തെ വ്ളോഗില് അതായത് 15th ഡേ ഓഫ് മൈ ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഫാസ്റ്റിംഗിന്റെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ച് എന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റിന് പോയി, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് ആക്കി കഴിക്കേണ്ട ഗതികേട് വന്നുണ്ട്. അപ്പൊ കാരണം ആ ടൈം കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞ വ്ളോഗ് ചെക്ക് ചെയ്യുക. അപ്പൊ അവിടെ പോയി കഴിച്ച അതേ ദിവസത്തെ തന്നെ വ്ളോഗാണ് പാട്ട് പഠിച്ചത്. അപ്പൊ ഉച്ച സമയമാകുമ്പോൾ സമയം ഇപ്പം ഞാൻ അന്നേരം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 11 മണിക്കാണ്. അപ്പൊ ഒരു ഡൈജഷൻ കഴിയണമെങ്കിൽ 2-2:30 ആവും. മിനിമം 3 hours കൊടുക്കണമല്ലോ, അതാണ് അതിന്റെ ബയോളജി. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നാണ് ഉച്ചക്കത്തെ, വേറെ ഒരിടത്തും പോകാൻ പ്ലാൻ ഇട്ടില്ല. വീട്ടിൽ വന്നാണ് ഉച്ചക്കത്തെ ഫുഡ് അടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഡയറ്റിന്റെ ചീറ്റ് ഡയറ്റ് ഡേ അതേ ദിവസം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ കഴിക്കുന്നത്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ബീഫ് റോസ്റ്റ്, പിന്നെ പയറ് തോരൻ, മറ്റേ നീളം പയറ് തോരൻ, അച്ചങ്ങാപ്പയർ എന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ, പിന്നെ വൻപയറും മത്തങ്ങയും ഈ സൈഡിൽ കാണാമല്ലോ ഇത്, പിന്നെ പഴുപ്പ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത്രയും വെച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഉച്ചക്കത്തെ എന്റെ ലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് തെറ്റിദ്ധരിക്കരുത്, ഇത് ചീറ്റ് ഡയറ്റ് എടുക്കേണ്ട ദിവസമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ നാളത്തോട്ട് എനിക്ക് മറ്റേ ഡയറ്റ് പ്ലാൻ തന്നെ ഫോളോ ചെയ്യണം. ഓട്സ്, അത് സോ കോൾ റുട്ടീൻ. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഈ സാമ്പാറും രസവും മോരും ഒക്കെ ഉണ്ട്. ഇതേ സാധനം തന്നെയാണ് ഞാൻ ഇന്ന് രാത്രിത്തെ ഡിന്നർ. അതിലൊരു പ്രത്യേകം വീഡിയോ ചെയ്യുന്നില്ല, ഒരു ആവർത്തനമാകും. ഇതേ സാധനത്തിൽ അവിടെ ഞാൻ ഈ ഒഴിച്ചുകറി മാറ്റുന്നു, അതായത് രസവും സാമ്പാറും ഇതാക്കി ഞാൻ കഴിക്കുന്നു. ബാക്കി ഇത്രയും സാധനങ്ങളാണ് ഞാൻ കഴിക്കുന്നത്. റൈസ് നമുക്ക് കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെഡ് റൈസ് കണ്ടാൽ എല്ലാവർക്കും അറിയാമല്ലോ, അതായത് കാണാം, കറി ഒഴിച്ചിരിക്കുന്നത് കാണുന്നില്ല. അപ്പൊ റെഡ് റൈസ് ആണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ നമുക്ക് ഡാൻസിങ്ങും ഡാൻസേഴ്സിനും എല്ലാവർക്കും ഏറ്റവും നല്ല, പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ഡാൻസേഴ്സിന് ഏറ്റവും നല്ല പൊസിഷൻ അരമണ്ടിയൊക്കെ ഡെവലപ്പ് ആ നിലത്തിരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ടേബിൾ ഉണ്ടെങ്കിൽ പോലും അപൂർവങ്ങളായിട്ട് ഞാൻ ടേബിളിൽ ഇരിക്കാവും. ഇങ്ങനെ ഇരുന്ന് ചമ്രം മടങ്ങിയിരിക്കുന്നത്, ഇങ്ങനെ ഇരുന്ന് കഴിച്ചിട്ട് തിന്നുന്നതിന്റെ ആ ഒരു എല്ലാവരെയും കൂടി ഇപ്പൊ പറ്റത്തില്ല. ജങ്ക് ഫുഡ്സിന്റെ കയറിൽ നല്ല വണ്ണോ ഒബീസ് ആയിട്ടോട് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ബട്ട് ബിലീവ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഡാൻസ് ഫോമിൽ അരമണ്ടി അതൊക്കെ ഡെവലപ്പ് ആവുന്നതിന് കുറച്ച് നന്നായിരിക്കും. അതുപോലെ നമുക്ക് മസിൽസ് ഒന്നും അധികം പിടിക്കൂല. ഇത് നമുക്ക് തിന്നാം. ഇങ്ങനെ ബീഫിന്റെ റോസ്റ്റ് കുറച്ചെടുത്ത്, കുറച്ച് പയറ് തോരൻ, കുറച്ച് മത്തങ്ങ വൻപയറും പിന്നെ പഴുപ്പും കൂടെ എടുത്ത് കുഴച്ചത് തിന്നുക. സൂപ്പർ ബീഫ് റോസ്റ്റ്. ഞാൻ സത്യം പറയാം, ഡയറ്റിങ് ചെയ്ത രണ്ടാഴ്ച 15 ദിവസമായിരുന്നു. ഒന്നും തിന്നുന്നില്ല എന്നല്ല, തിന്നുന്നുണ്ട്, പക്ഷെ കാർബ് കുറച്ചുകൊണ്ട്, കാർബും ഷുഗേഴ്സും കട്ട് ചെയ്തുകൊണ്ട് തിന്നുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്ത് ആഹാരമാണ്. നല്ല ടേസ്റ്റാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ബീഫ് കൊതിയമാരും കൊതിപ്പിക്കണം എന്റെ സബ്സ്ക്രൈബേഴ്സിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇനി ഇത്രയും ദിവസം ഡയറ്റ് പ്ലാൻ എടുത്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള, പിന്നെ നിങ്ങൾക്ക് അത്ര വലിയൊരു ആക്രാമൊന്നും തോന്നൂല. കാരണം കഴിഞ്ഞ ആഴ്ച ഒരു മാരേജ് വ്ലോഗിന് ഞാൻ പോയി. അത് ഡയറ്റിന് കഴിഞ്ഞുള്ളൊരു ചീറ്റ് ഡയറ്റ് ആയിരുന്നു. ഒരാഴ്ചയിൽ ഒരു ദിവസമായിരുന്നു, സൺഡേ ആയിരുന്നു. എനിക്ക് അങ്ങ് എടുത്തു വെച്ച പോലെ ഒന്നും കൂടുതൽ കഴിക്കണമെന്നും തോന്നിയില്ല. അവിടുന്ന് സദ്യയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ മിസ് ചെയ്ത് കുറച്ചും കൂടെ കഴിക്കണോ എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് സദ്യയിൽ പെട്ടെന്നാണ് കൊണ്ടുവന്നത്, മറ്റേ ഒഴിച്ചു കറികളും പായസങ്ങളും ഇല്ല. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഇതില്ല. കഴിക്കാനുള്ള ആ ഒരു ഏർജ് വരത്തില്ല. നമ്മൾ വേറൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ എടുത്തിട്ടുള്ളവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. ഈ ഒരു കുഞ്ഞി പാത്രത്തിനെ പറ്റി പറയുവാണെങ്കിൽ, എനിക്ക് LKG തൊട്ട് ഈ ഒരു പ്ലേറ്റാണ് എൻ്റെ മമ്മി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ്. ഇതാണ്. അത് ഇന്നേ വരെ ഞാൻ മാറ്റിയിട്ടുമില്ല, മാറ്റാനൊന്നും സമ്മതിക്കത്തുമില്ല. ആ കുഞ്ഞിലെ എങ്ങനെയാണ് അത്ര വെൽ ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആകെ ഇപ്പൊ എടുത്ത് വെച്ചിരിക്കുന്നു കാണാൻ പറ്റാത്ത അങ്ങനെ ഒരു നൊസ്റ്റാൾജിയും ഉണ്ട് ഈ ഒരു പ്ലേറ്റിന്റെ പറയാൻ. പലരും ചിന്തിക്കും എന്തുകൊണ്ടാണ് ക്ലേ പ്ലേറ്റ് യൂസ് ചെയ്യാത്ത, ഗ്ലാസിന്റെ ടൈപ്പ് യൂസ് ചെയ്തത്. ഗ്ലാസ് കോഫി എടുത്തിട്ട് ഞാനൊരു ഗ്ലാസിന്റെ ഒരു ടൈപ്പ് ഞാൻ യൂസ് ചെയ്തു. ഇതിലങ്ങനെ എനിക്ക് മാറ്റാൻ തോന്നിയിട്ടില്ല. മേ ബി ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയസോ കാര്യങ്ങളോ ആണ്. ഒരു ദിവസം നമുക്ക് കഫേ ജേഡിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വ്ളോഗ് ഞാൻ ചെയ്യാം. ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ 10:30 പോകണമായിരുന്നു, പക്ഷെ ഫോണിൽ വിളിച്ചപ്പോൾ 11 വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് ഞായറാഴ്ച ഇതുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റ്. അങ്ങനെ എനിക്ക് നടത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം എടുക്കാം,
ബുഫേ ലഞ്ചിന്റെ ഞാൻ പണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടത്തെ അല്ല, നമ്മുടെ സൗത്ത് പാർക്ക് ഹോട്ടലിന്റെ അന്ന് 10K അടിച്ചപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ റീൽസ് നിരന്തരം ഫോളോ ചെയ്തവർക്ക് അറിയാം. ലഞ്ച് ബുഫേ ഞാൻ ഇടയ്ക്ക് പോകാറുള്ള, ബട്ട് ഐ പ്രിഫർ വെറൈറ്റി. എപ്പോഴും നമ്മൾ സൗത്ത് പാർക്കിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. സോ വി ഷുഡ് ട്രൈ ഡിഫറെന്റ് ക്യൂസൈൻസ്. എന്റെ സബ്സ്ക്രൈബറായി നിങ്ങൾ നോക്കിയിരിക്കേണ്ട, കൊതിച്ചുകൊണ്ട് നിങ്ങൾക്കും തരാം. ബാ, എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂട്ടുക. നമ്മളൊന്ന് സെറ്റായി വരണ്ട, ചാനൽ ഇച്ചിരി കൂടെ ഒന്ന് ക്ലച്ച് പിടിക്കട്ടെ. I know some of the other state followers are not able to understand what I am saying. I was just sharing my cheat diet plan in this particular day. In that day in which earlier vlog I did one vlog, right? One going to Cafe J for my brunch or breakfast. That day's continuation is this part 2 vlog where I am trying my own cheat diet. Homely rice, red rice. Red rice is the best part which a Keralite loves a lot to eat. Then beef roast. In some of the North Indian states beef is banned. Sorry for that, but I love this. I mean Kerala it is not banned. Then this is a form of vegetable known as payar. Then one payar, another type with mattanga. So these are the vegetables, and dal you might be knowing. These are the things I am adding in my cheat diet lunch special. And I love beef cuisines very well like anything. But I know it will put on weight. But once in a while we can try. Life is short, so we should try. Not always. And I know red meat is not good to our health. Good for our health. But if we have interest towards that, once we have to taste. Once in a month, it's not an issue. But with a limit, we should do that. Otherwise, it's very dangerous. Like it can develop cholesterol and all those things. എല്ലാവരും പറയും ഈ ബീഫും വാഴയ്ക്കപ്പവും നല്ല കോംബോ ആണ്. ബിലീവ് മീ, ഐ ഹാവൻ ട്രൈ ചെയ്യണം, അത് ചെയ്താലേ അത് പറയാൻ പറ്റും. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ഓൾ ഹാവ് യുവർ ഫുഡ്. പിന്നെ ഡിന്നർ സ്പെഷ്യലായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതേ പ്ലാൻ തന്നെ. ഇതിൽ ഇൻ ഡിന്നർ ഐ ആം നോട്ട് ഡൂയിങ് എനി വ്ലോഗ് ടുഡേ ആസ് തേർഡ് പാർട്ട് ബിക്കോസ് the same thing is included in my night dinner also. I normally don't go for 2 times rice, but today being the cheat diet day, I am trying to enjoy it to the maximum. So I am taking this thing only in night with same curries, but sambar, rasam and moru, those 3 things will be different in the night. Night dal won't be there. Other than that, everything is same. And I told now normally I don't eat rice 2 times because I am very much fitness bothered personality. But today since I am doing my cheat diet day, so I thought chalo 2 times I will eat little bit of the same thing only. See, I am sitting like this in this pose for around 9-10 minutes. But you won't believe some people can't sit in this pose because it's very difficult. Their muscles will catch. They can stand. Sorry. ഞാനിപ്പോൾ നമ്മുടെ ഈ വ്ലോഗ് തുടങ്ങി ടൈമർ കാണിക്കുന്നുണ്ട് 9:38. അത് 10 മിനിറ്റ് അടുപ്പിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. ചിലർക്ക് 2 മിനിറ്റ് പോലും ഒരു ഏജ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാരണം അവർ ആ ടേബിൾ കൾച്ചർ ചിരിച്ചാൽ അവർക്ക് ഈ സംഭവം പറ്റാത്തത്. കാല് വേദന, മുട്ടുവേദന അങ്ങനെയൊക്കെ വരും. ആസ് പെർ മൈ ഒപ്പീനിയൻ, you should take care of your fitness.
ഐ മീൻ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇൻ മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത് ഇൻ ദ ലോങ് റൺ. അപ്പം നമ്മൾ ഫിറ്റ്നസിനെ കുറിച്ച് എപ്പോഴും ബോധോടായിരിക്കണം. ഒന്നുകിൽ തന്നെത്താനെ എക്സസൈസ് ചെയ്യുക. നമ്മൾ ജിമ്മിൽ പോയ ഒരു ഗുണമെന്ന് വെച്ചാൽ വി ആർ പേയിങ് ദം മണി, എസ്പെഷ്യലി PT ഒക്കെ എടുക്കുവാണെങ്കിൽ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പോകും, നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്ന നമ്മൾ പോകും, അത്രയും ടൈം അവിടെ സ്പെൻഡ് ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നടക്കാൻ പോകുന്നത് നല്ലതാണ്, ജിമ്മൊക്കെ ഈയിടയ്ക്ക് വന്ന സാധനമാണ്. പക്ഷെ നടക്കാൻ പോകുമ്പോൾ അതുപോലെ നമ്മൾ എണീച്ച് നടക്കണം, ഈ ചൂടത്ത് പുറത്തിറങ്ങി നടക്കണം, അല്ലെങ്കിൽ അത് രാവിലെ ഉറക്കം കളഞ്ഞിട്ട് നടക്കണം, വിച്ച് ഇസ് നോട്ട് പോസിബിൾ ഫോർ മീ. എനിക്ക് എൻ്റെ ഉറക്കം പീസ്ഫുൾ സ്ലീപ്പ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള എൻജോയ് ദാറ്റ്. അപ്പോൾ എനിക്ക് നടക്കാത്ത കാര്യം. അപ്പോൾ എനിക്ക് പറ്റിയത് ഇതാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അസുഖങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടയാം. When you are bothered about fitness, you can stay away from the lifestyle diseases. Then you have to eat such a healthy foods in the diet plan. That healthy food criteria is coming. Yeah, so these things we have to look at. നമ്മൾ PT എടുത്ത് ഡയറ്റ് പ്ലാൻ ചെയ്യണം. PT എടുത്തില്ലെങ്കിൽ ഒരു മാസം PT എടുത്തിട്ട് പിന്നെ ഡയറ്റ് പ്ലാൻ അതുപോലെ ഫോളോ ചെയ്തിട്ട് ഡയറ്റ് നമ്മൾ നോക്കി വർക്കൗട്ടും കൂടെ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഒരു 30+ കഴിഞ്ഞ് ക്രോസ് ചെയ്യുന്ന ഏജസ് ഒന്നും ഒരു യൂത്തിന് വരില്ല എന്നുള്ളതിൻ്റെ അഷുറൻസ് ഞാൻ പറയാം. പക്ഷെ അത് നമ്മൾ മെനക്കെടണം. വർക്കൗട്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുക. അപ്പം എൻ്റെ hope all are enjoying my reels on Instagram. Hope you all love me or not. And today it is chocolate day. So happy chocolate day to all my chocolate like sweet subscribers all over my social medias as well as in YouTube platform. ചോക്ലേറ്റ് പോലെ മധുരമുള്ള എൻ്റെ എല്ലാ യൂട്യൂബ് ചാനലുകൾക്കും എൻ്റെ ഹാപ്പി ചോക്ലേറ്റ് ഡേ. എൻ്റെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ടിങ് ടിങ് പ്രസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എന്നും നിങ്ങളെ ആലോചിക്കാറുണ്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും ഇൻസ്റ്റാ ഫോളോവേഴ്സിനെയും സ്നാപ്പ് എല്ലാവരും ഞാൻ ചിന്തിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ തിരിക്കും. ഞാൻ ഫുഡ് ഫിനിഷ് ചെയ്യാറ്. എനിക്കിപ്പോൾ ഫുഡ് ഫിനിഷ് ചെയ്യാൻ എനിക്കൊരു സ്ലോ വരുന്നുണ്ട്, ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. കാരണം ഞാൻ ഡയറ്റ് പ്ലാൻ സ്വീകരിച്ച് പിന്നീട് അപ്പറ്റൈറ്റ് ഒരു ചെറിയൊരു ഇത് പിന്നെ ട്രാക്കിൽ വരാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ വേറെ ക്രൈറ്റീരിയ അല്ലായിരുന്നു, റുട്ടീൻ വേറെ ആക്കി മാറ്റിയതില്ല. വാട്ടർ സോഫ്റ്റ് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ എൻ്റെ ഫുഡ് തീരും. ഇതോടുകൂടി ഞാൻ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് വൈകിട്ടാണ്. ഹോപ്പ് യു എൻജോയ്ഡ് മൈ ചീറ്റ് ഡയറ്റ് ലഞ്ച് വ്ലോഗ് വെരി മച്ച്. ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ വർത്തമാനം പറയാൻ പാടില്ല. ഇനി അങ്ങനെ കമൻറ്റുകൾ പൊങ്കാലിടാൻ വരരുത്. പക്ഷെ ഞാനൊരു ബ്ലോഗ് എടുക്കുന്ന ഒരു സെൻസിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വർത്തമാനം പറഞ്ഞു. ഐ നോ ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ് ആൻഡ് പ്ലീസ് ഫോർഗീവ് മീ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സംസാരിച്ചെന്ന് സ്നേഹത്തോടുകൂടെ മനസ്സിലാക്കി ഞാൻ ആഹാരം കഴിച്ചപ്പോൾ വർത്തമാനം പറഞ്ഞു എന്നുള്ള തെറ്റുകുറ്റങ്ങൾ എന്ത് ചെയ്യുക, പുറത്തു എന്നുള്ള തെളിവിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്ലാം ഗോഡസ് സുന്ദുജ, പ്രസ് ദ ബെൽ ബട്ടൺ സോ ദാറ്റ് യു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ ഓഫ് മൈ ലവ്ലി വ്ലോഗ്സ് ദെൻ ആൻഡ് ദെൻ. സോ വിഷിംഗ് യു ഓൾ എ ഹാപ്പി ചോക്ലേറ്റ് ഡേ വൺസ് അഗെയിൻ. ചോക്ലേറ്റ് പോലെ നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധം സബ്സ്ക്രൈബറും സോഷ്യൽ മീഡിയ താഴെ എന്ന നിലയിൽ എന്നും നിലനിൽക്കട്ടെ. സോ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും 1000 നന്ദി. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും എന്നെ അല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും എന്നെ ഉൾക്കൊള്ളുന്നതിനും thank you all, and I wish to express my gratitude to all those lovers who are supporting me in the YouTube platform as well as different social medias wherever I am associated with. So thank you so much. Thanks for watching my vlog. Stay safe, take care. So until I meet you in the next vlog with yet another interesting vlog video, this is your Glam Goddess Sinduja signing off. Bye from Glam Goddess Sinduja. Love you all.